എൻ്റെ കയ്യിലിരിക്കണ എന്താണെന്നറിയോ? ഇതാണ് സ്കിൻ ഗ്ലോയിങ് കൊറിയൻ ജെൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്നുള്ളത്. ഇത് നമ്മളെ ഫേസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അപ്പം തന്നെ ഗ്ലോ ആവും ചെയ്യും. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റനിങ് കിട്ടും. നല്ല ഫേസ് ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഒരു പണിയില്ല, 2 സെക്കൻഡ് മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബസുമതി റൈസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ബസുമതി റൈസ് എടുക്കുക, അതേപോലെ തന്നെ ഉലുവ എടുക്കുക. ബസുമതി റൈസ് അത്യാവശ്യം തോനെ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉലുവ എടുക്കുക. ബസുമതി റൈസ് കുറച്ചുകൂടി ഒന്ന് എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഇട്ട് വെക്കുക, രാത്രി ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, മിക്സിയിൽ കൊണ്ടുപോയി വേവിക്കുക. വേവിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. മനസ്സിലായില്ലേ? വേവിച്ചതിന് ശേഷം ഇത് വെള്ളം തന്നെ ഉപയോഗിച്ച് വേവിക്കുക. എന്നിട്ട് ഇതുപോലത്തെ തന്നെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചെടുത്താൽ മതി. ഒരു മാവ് പോലെ അടിച്ചിട്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു ജെല്ലായിട്ട് കിട്ടും. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫേസിന് ഇതിൽ 3-ലും ഏതാണ് സ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ല? ഒരു ഓയിലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കൊറിയൻ ഗ്ലോയിങ് ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുണ്ടാക്കാൻ ഒരു പണിയുമില്ല. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹണിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുമല്ലോ, അപ്പം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഫേസിലും നമ്മളെ ഫേസ് ബോഡി ഫുള്ള് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ കഴുത്ത്, മോന്ത, അതുപോലെ തന്നെ കജ്ജിമലൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്. മസാജ് ഒരു 20 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കുളിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കൊറിയക്കാരുടെ എന്തെങ്കിലും ബ്രൈറ്റനിങ്ങോ ഗ്ലോയിങ്ങോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളോട് പറയാണ്, അത് കൂടുതൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. നിങ്ങൾ വിചാരിച്ച ആ ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും നിങ്ങൾക്ക് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവർ കാണിക്കുന്ന DIY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാണ്, അവരത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ അയച്ചിട്ട് അവരത് തേച്ചിട്ട് മാത്രം അവളെ വെളുത്തിട്ടുണ്ടാവുക, ഗ്ലോ ആയിട്ടുണ്ടാവുക. അവർ മേക്കപ്പുകൾ നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അവർ മേക്കപ്പ് യൂസ് ചെയ്യേണ്ടത് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും പിന്നെ അയ്യോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. സോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നമ്മളൊക്കെ ചെയ്യുന്നത് നാച്ചുറലാണ്. ഞാനിപ്പോൾ കുറേ പുട്ടി അടിച്ച് അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മളൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. സോ അവരെന്ന് പറഞ്ഞാൽ അവർ ബ്യൂട്ടി ചാനലിൽ തന്നെ അവർ വന്നിട്ട് നല്ലോണം മേക്കപ്പ് ഇടും. പിന്നെ അവർ ഓൾറെഡി വീഡിയോയിൽ തന്നെ ഒരു പറയലുണ്ട്. പിന്നെ അവർക്കൊരു സ്റ്റിക്കർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അമ്മത് നിറം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സത്യമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ അവരൊക്കെ കൂടുതൽ പെറ്റെടുക്കുന്നത് എവിടെയാ അറിയാം, ബ്യൂട്ടി പാർലറിലും അതേപോലെ തന്നെ കുറേ കോസ്റ്റ്യൂമിക്സ് കിട്ടണില്ല, അതാണ് കിട്ടണില്ല. അപ്പോൾ എന്താ ഇനി പറയാ, കുറേ മേക്കപ്പ് അല്ലെങ്കിൽ ഐഷോടെ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള കടയിലൊക്കെ ആയിട്ട് ഓരോടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ടൈം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അതേ ഗ്ലോയിങ്, അവരുടെ അതേ ബ്രൈറ്റനിങ് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഇത് ശരിക്കും കൊറിയെന്നുള്ള പറയുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസുമതി റൈസ് ഭയങ്കര ബ്രൈറ്റ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയും, ഹിന്ദി നാട്ടിലൊക്കെയാണ്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് യൂസ് ചെയ്തത്. കാരണം അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിറമുള്ളവരല്ല, അവർ നല്ലോണം ബ്യൂട്ടി കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. കൂടുതൽ മേക്കപ്പിനേക്കാൾ അവർ കൂടുതൽ ഹോം റെമഡീസ്, DIYs സംഭവങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. കാരണം ഞാൻ അവരുടെയൊക്കെ പണ്ടൊട്ടേ ഞാൻ അവർ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് അവരത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവരൊക്കെ നല്ല നാച്ചുറൽ നല്ല സംഭവങ്ങൾ നന്നായിട്ട് തേക്കും. നല്ല ക്രീമുകൾ നല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല ക്രീമുകളൊക്കെ അവർ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവരത് കണ്ടിട്ടൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അവരാണ് ഏറ്റവും കൂടുതൽ ബസുമതി റൈസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റികളും നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദി നാട്ടിലൊക്കെ ഉണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇതിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കൊറിയക്കാരതേപോലെ ആവണം എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആവാൻ പറ്റൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുക, അപ്പോൾ അവരെ പോലെ ആവാം. അല്ലാതെ പിന്നെ ഓരോ മോച്ചായൊക്കെ നമുക്ക് മനസ്സിലാവില്ല, ചൈനക്കാരാണോ കൊറിയക്കാരാണോ എന്നൊന്നും എനിക്ക് അവരെ മോച്ചായം തീരെ മനസ്സിലാവില്ല. എന്തൊക്കെ ഒരു പോലെയാണ്. സോ
ചിലവർ നല്ല ഭംഗിയാണ് കാണാൻ. അത് ജനറ്റിക്കലി അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല ആരെ പറ്റിയിട്ട്. പക്ഷെ എനിക്ക് ചൈനക്കാരും കൊറിയക്കാരും ഒരേപോലെ അങ്ങനെ, അതായത് അവരൊരു സംഭവം മുഖത്തിട്ടിട്ട് പീല് പോലത്തെ സംഭവം അത് ഊരി കഴിഞ്ഞാൽ ചൈനക്കാരെ പോലെ അറിയില്ലൊക്കെ എന്താണെന്ന് അറിയില്ല. സോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവരത് അത്രയും ട്രസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ അവരെ പല വീഡിയോസിലും ഞാൻ അതായത് ഇൻസ്റ്റയിൽ ടിക്ടോക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പല ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ അവർ നാച്ചുറൽ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചില ബ്യൂട്ടി കണ്ടന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരെ കൊറിയ ബ്യൂട്ടി കണ്ടന്റിൽ ബ്യൂട്ടികളൊക്കെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അവിടെ എൻ്റെ തൊള്ള പലവും പറയുന്നുണ്ട്, എന്താ മനസ്സിലാവണില്ല. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ബസുമതി റൈസ് എന്ന് പറഞ്ഞാൽ ഗ്ലോ കൊണ്ടുവരേണ്ട സംഭവമാണ്, ബ്രൈറ്റനിങ് കൊണ്ടുവരേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ഒരു ക്രീം, ഞാൻ കൊറിയ എന്ന് പറഞ്ഞത് സംഭവം കൊറിയ എന്ന് പറഞ്ഞത് കൊറിയക്കാരനെയാണ് ആദ്യം ബസുമതി റൈസ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഹിന്ദിക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മലയാളീസ്, പ്രത്യേകിച്ച് ഞാൻ അങ്ങനത്തെ നമ്മുടെ കല്ല് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ഈ ഒരു ക്രീം നിങ്ങൾ കുളിക്കുമ്പോൾ, അതായത് കുളിക്കാൻ നേരത്തെ ഉപയോഗിക്കാം, അല്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ സമയമൊന്നുമില്ല. പിന്നെ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അത് ഹോം റെമഡീസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. പിന്നെ ആണ് പെണ്ണെന്നൊന്നുമില്ല, നമ്മളതിൽ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ കണ്ടനിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കാണിച്ചു തരുള്ളൂ. അല്ല പെണ്ണിനെ മാത്രം ആണിനെ മാത്രം എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ സാധനവും പെണ്ണിനാണിനും ഒക്കെ, അത് എന്ത് സാധനം അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. സോ പാച്ച് ടെസ്റ്റ് ചെയ്യണം, എന്ത് സാധനം പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം എല്ലായിടത്തും തേക്കണം കേട്ടോ. ഇന്ന മുഖത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണമായിരുന്നു, നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തരും. അപ്പോൾ